ഇനി പുനരുത്ഥാന ശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ നിന്നെ പിടിച്ചു വെക്കുക അസാധ്യമാണ്. അതുകൊണ്ടാ പറയുന്നത്, ഒരു മന്ത്രവാദിക്കും ഒരു ആഭിചാരകനും ഒരു പ്രാക്കിനും ഒരു നേർച്ചയ്ക്കും നിന്നെ തൊടാൻ പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന ആ പുനരുത്ഥാന ശക്തി എത്ര വലുതാണെന്ന് ഒന്നറിയണം. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ് ഇന്ന് തിരുവചനം ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നത്, പറയാൻ തുടങ്ങുന്നത് അവിടെയാണ്. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 23 and 24 രണ്ട് വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. നസ്രേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. 4 സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണവും അരിമത്തിക്കനായ യോസഫിൻ്റെ കല്ലറയിൽ നടന്ന അടക്കവും 3-ാം നാളിലുള്ള ഉയർത്തെഴുന്നേൽപ്പും വെളിപ്പെടുത്തുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വൈദ്യനായ ലൂക്കോസ് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിൻ്റെ രംഗപ്രവേശനത്തോടുമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ തുടക്കം. ദൈവത്തിന് സ്തോത്രം. ആ തുടക്കത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണാം. ദൈവത്തിന് സ്തോത്രം. യൂദായെ തള്ളിക്കളഞ്ഞ സ്ഥാനത്തേക്ക് 2 പേരെ നിയോഗിച്ചു. 1 യോസഫും 2 മത്തിയാസും. എന്നിട്ട് അവർ ചീട്ടിട്ടു, സർവ്വഹൃദയങ്ങളെ അറിയുന്ന ദൈവമേ, യൂദായെ തള്ളിക്കളഞ്ഞ സ്ഥാനത്തേക്ക് ഒരാളെ നിയമിക്കണമേ എന്ന് പറഞ്ഞ് ചീട്ടിട്ടപ്പോൾ ചീട്ട് മത്തിയാസിന് വീണു. അങ്ങനെ ശിഷ്യന്മാർ, ദൈവത്തിന് സ്തോത്രം, അമ്മയുടെ എണ്ണം 12 തികഞ്ഞു. 12-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ വരുമ്പം പെന്തിക്കോസ് നാളിൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവ് പറഞ്ഞ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുവാൻ മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് 120 പേരടങ്ങുന്ന സംഘം, യേശുവിൻ്റെ അമ്മ മറിയയും ശിഷ്യന്മാരുടെ ഗണങ്ങളും ഒന്നിച്ചുകൂടി സ്തോത്രം പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവരെല്ലാം അന്യഭാഷകൾ പറയുവാനും തുടങ്ങി. നാനാവഴിക്കുന്ന ഈ അന്യഭാഷ കേട്ടവർ ഓടിക്കൂടിയപ്പം വന്നവരെല്ലാം ഇരുന്നവർ വന്നവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന കേട്ടപ്പം അത്ഭുതപ്പെട്ടു. അവരിത് വീഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ 11 പേരോടുകൂടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിനകത്തെ വളരെ പ്രശസ്തമായ ഒരു ഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്. നസ്രിയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട്, എന്നാൽ ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ദൈവം മരണപാശങ്ങളെ അഴിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും എൻഡെന്ന് പറയുന്നത് മരണമാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യനിലുള്ളത് മരണഭയമാണ്, അല്ലേ? നമ്മുടെ ഈ മരണഭയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കാര്യം മനസ്സിലായോ? ചുമ്മാ കൈയുടെ ഇവിടെ ഒരു കുഞ്ഞു തടിപ്പ് വന്നാൽ മതി. ആ തടിപ്പ് ഞെക്കി പിടിക്കുമ്പോഴേ നമ്മുടെ അകത്ത് എന്തോ വരും. ഒരു സ്കാനിങ് കൂടെ എടുത്താൽ പിന്നെ പറയാൻ വേണ്ട. ഒരു മാമോഗ്രാം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒട്ടും പറയണ്ട. ഒരു ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോളേ എന്ത് ചെയ്യും? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മരണമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അവസാനമാണ്. ഒരു നേതാവ് മരിച്ചാൽ ആ സംഘടന ഇല്ലാതാവും. ഒരു സ്ഥാപനത്തിൻ്റെ ലീഡർ മരിച്ചാൽ ആ സ്ഥാപനം ഇല്ലാതാകും. ഒരു ഗ്രഹനാഥ മരിച്ചാൽ ആ വീട് അനാഥമാകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. മരണം കൊണ്ടെല്ലാം തീരുമെന്ന് ക്രിസ്തുവിനെ വിധി എഴുതിയപ്പം മരണം കൊണ്ടൊന്നും തീർന്നില്ലെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുക. യേശു മരിച്ചപ്പം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകത്തില്ല, അവൻ ദ്രവത്വം കാണുകയില്ല. സ്തോത്രം.
ക്രൂശിൽ കിടന്ന ഒന്നാമത്തവൻ്റെ കാലൊടിച്ചു, മൂന്നാമത്തവൻ്റെ കാലൊടിച്ചു, നടുക്ക് കിടന്ന യേശുവിൻ്റെ കാലൊടിച്ചില്ല. വരും മുമ്പ് ക്രിസ്തു മരിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്താ? നിന്റെ അസ്ഥികളൊന്നും ഒടിയത്തില്ലെന്ന് വചനമാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദൂതും മാറത്തില്ല. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുക, ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശുക്രിസ്തുവിൽ വ്യാപരിച്ച പുനരുത്ഥാന ശക്തിയാണ് ഇന്ന് രക്ഷിക്കപ്പെട്ട നമ്മുടെ അകത്തും വ്യാപരിക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മിക ദൂത് പറയാം. ദൈവത്തിന് റോമർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 8-ാം അധ്യായത്തിൽ എഴുതി, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളുടെ ശരീരത്തെയും ഉയർപ്പിക്കുമെന്നാ ബൈബിൾ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട്. അപ്പൊ രക്ഷിക്കപ്പെട്ട നിങ്ങളിൽ വ്യാപരിക്കുന്ന ഈ പരിശുദ്ധാത്മ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് പറയുന്നത്, നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. എഫേസ്യരിലെ പൗലോസ് പറയാം, നിങ്ങളെ വീണ്ടെടുപ്പ് നാളിലേക്ക് ആത്മാവ് കൊണ്ട് മുദ്ര ചെയ്തിരിക്കുക. മനസ്സിലായോ? മുദ്ര ചെയ്തിരിക്കുക. നിങ്ങൾക്കത് മനസ്സിലാകണം. ഞാൻ നിങ്ങളോട് പറയാം, വെളിയിൽ ഇറങ്ങിയിട്ട് മേപ്പോട്ട് നോക്കിയാൽ സൂര്യനെ കാണാം. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം 9,30,00,000 മൈല. എത്ര? 9,30,00,000 മൈല. അതിനപ്പുറത്ത് ഭൂമിക്ക് അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. അവിടെ എത്തണമെങ്കിൽ 26 ലക്ഷം കോടി മൈല. സാധാരണ ഒരു റോക്കറ്റ് കത്തിച്ചു വിട്ടാൽ 14,000 കൊല്ലം എടുക്കും വെളിച്ചെല്ലാൻ. ഇപ്പോഴത്തെ കണ്ടുപിടുത്തം അനുസരിച്ച് മാസങ്ങൾ കൊണ്ട് റോക്കറ്റ് അവിടെ എത്തും. അതിൻ്റെ മീതെയുള്ള സ്വർഗത്തിൽ പോകാൻ നിനക്ക് ബൈബിൾ വെച്ചേക്കുന്ന സമയം കണ്ണി വയ്ക്കുന്നതിനിടയിലാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന ആ പുനരുത്ഥാന ശക്തി എത്ര വലുതാണെന്ന് ഒന്നറിയണം. അതുകൊണ്ടാ പറയുന്നത്, ഒരു മന്ത്രവാദിക്കും ഒരു ആഭിചാരകനും ഒരു പ്രാക്കിനും ഒരു നേർച്ചയ്ക്കും നിന്നെ തൊടാൻ പറ്റുകയില്ല. ഇവിടെ വ്യാപരിക്കുന്ന പുനരുത്ഥാന ശക്തി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. പ്രാപിച്ചിട്ടില്ലാത്തവർ പ്രാപിക്കണം. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, ആരോട് സംസാരിക്കുന്നു? അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്ത് പറ, അന്യഭാഷ ദൈവത്തോടെ സംസാരിക്കുന്നതെന്ന് പറ. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. അവൻ അന്യഭാഷ പറയുമ്പോൾ തനിക്കു തന്നെ. അപ്പൊ ഒരു ഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അപ്പൊ അന്യഭാഷ, ഞാൻ അന്യഭാഷ പറഞ്ഞാൽ സ്തോത്രം, കെനസിന് പ്രയോജനമില്ല, പക്ഷെ എനിക്ക് പ്രയോജനമാണ്. എൻ്റെ അകത്തെ മനുഷ്യൻ ഉണരും. എൻ്റെ അകത്തെ മനുഷ്യൻ ഉണരും. നിന്നെ തകർക്കുവാൻ ചിലർ വരച്ചിട്ട വൃത്തത്തിനകത്തുനിന്ന് പുറത്തു വരാൻ നിന്റെ അകത്ത് ആത്മിക വിപ്ലവം ഉണ്ടാകണം. റോമർ 8 വന്നേ, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവത്തിന് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ. അങ്ങനെ ആ വാക്യം അവിടെ നിർത്തിക്കൊണ്ട് അപ്പോസ്തലപ്രവൃത്തിയിലെ വാക്യം ശ്രദ്ധിച്ച്, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. റോമർ 8 വന്നേ, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവത്തിന് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ. അങ്ങനെ ആ വാക്യം അവിടെ നിർത്തിക്കൊണ്ട് അപ്പോസ്തലപ്രവൃത്തിയിലെ വാക്യം ശ്രദ്ധിച്ച്, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഇനി പുനരുത്ഥാന ശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ നിന്നെ പിടിച്ചു വെക്കുക അസാധ്യമാണ്. നീ എത്താനിടത്ത് എത്തണം, ഇരിക്കാനിടത്ത് ഇരിക്കണം, ചെല്ലണിടത്ത് ചെല്ലണം. ഇനിയും നിന്നെ പിടിച്ചു വെക്കുക അസാധ്യം.